സംസ്ഥാനത്ത് സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഇരകൾക്ക് നീതി ലഭ്യമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡി കാരക്കോണം മെഡിക്കൽ കോഴക്കേസിൽ ഉൾപ്പെടെ പരാതിക്കാർക്ക് നഷ്ടമായ പണം ഇഡി തിരികെ നൽകി. കണ്ടുകെട്ടിയ 80 ലക്ഷം രൂപ 6 പേർക്കാണ് കൈമാറിയത്. നിക്ഷേപക തട്ടിപ്പുകളിലെ ഇരകൾക്ക് നഷ്ടമായ പണം മുഴുവൻ തിരിച്ചുപിടിച്ച് നൽകുമെന്ന് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായാണ് ഇഡിയുടെ അതിവേഗ നടപടികൾ. കാരക്കോണം മെഡിക്കൽ കോഴക്കേസിൽ പണം നഷ്ടപ്പെട്ട 2 പേർക്ക് കൂടി പണം മടക്കി നൽകാനുണ്ട്. പ്രതികളുടെ അക്കൗണ്ടിൽ നിന്ന് പണമായി കണ്ടെടുത്ത തുകകളാണ് 6 പേർക്ക് തിരികെ നൽകിയത്. വിചാരണ തുടങ്ങാനിരിക്കെയാണ് പണം തിരികെ നൽകിയത്. നിക്ഷേപ തട്ടിപ്പുകാർക്കെതിരെ കർശന നടപടികൾക്കൊപ്പം ഇരകൾക്ക് ആശ്വാസവും പകരുകയാണ് ഇത്തരം നടപടികളിലൂടെ ഇഡിയെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ സിനി എസ് പറഞ്ഞു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ വളരെ കടുത്ത നിലപാടെടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇഡി. അതോടൊപ്പം തന്നെ അതിന്റെ ബെനിഫിറ്റ് സാധാരണക്കാരിലേക്ക് എത്തിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതിനുവേണ്ടി നമ്മൾ ഇഡി ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത് കണ്ടുകെട്ടുന്ന സ്വത്തുക്കൾ അതിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരിലേക്ക് എത്തിക്കാനുള്ള റെസ്റ്റിറ്റ്യൂഷൻ പ്രൊസീജിയേഴ്സിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഇഡിയും വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. വ്യാഴാഴ്ചയാണ് അവർ കോർട്ടിന്റെ ഓർഡർ അനുസരിച്ചുള്ള അഫിഡവിറ്റ് ഇവിടെ നമ്മുടെ ഓഫീസിൽ ഫയൽ ചെയ്തത്. കംപ്ലൈനൻസ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ബാക്കി നടപടികളൊക്കെ പൂർത്തിയാക്കാൻ പറ്റി. 6 പേരുടെ 80 ലക്ഷത്തിലധികം രൂപയാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. 95 lakhs ആണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 80 ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. ബാക്കി 2 പേരിനി അപ്ലൈ ചെയ്യാനുണ്ട്. തമിഴരസ് സ്റ്റാൻലി രാജു, രാജൻ പ്രസാദ്, പോൾ സെൽവകുമാർ, ഇങ്കുദാസ്, പ്രിയ ചെറാൾ എന്നിവർക്കാണ് പണം തിരികെ ലഭിച്ചത്. നഷ്ടപ്പെട്ടതായി കരുതിയ പണം തിരികെ ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് തട്ടിപ്പിന്റെ ഇരകളും. മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാഗ്ദാനം ചെയ്തായിരുന്നു പണം വാങ്ങി കബളിപ്പിച്ചത്. என்னுடைய மோளோட MBBS அட்மிஷனுக்காக வேண்டி கரக்கோணம் மெடிக்கல் காலேஜில் 10 லட்சம் வந்து டொனேஷன் கொடுத்தது. அவர் சீட்டு தரேன்னு சொல்லிட்டு என்ன கடைசியில் சீட்டு கொடுக்கல. பின்ன பணம் திருச்சி கேட்டப்போ அவர் பணம் கொடுக்கல. அவர் வந்து எந்த ரெஸ்பான்ஸும் சொல்லலை. அப்போ வந்து டாக்டர் பெனட் அப்ரஹாமோட சோதிச்சப்போ அவரும் எது ரெஸ்பான்ஸ் பண்ணலை. பின்ன வந்து மாடரேட்டர் தர்மராஜ் ரசாலம் அவரை சோதிச்சப்பவும் அவர் நீ யார்கிட்ட காசு கொடுத்தியோ அங்கே போய் கேட்டுக்க அப்படின்னு சொல்லி அவர் வந்து ரெஃப்യൂസ് பண்ணிட்டாரு. കരുവന്നൂർ, പോപ്പുലർ ഫിനാൻസ്, കണ്ടല, കാരക്കോണം, ഹൈറിച്ച് തുടങ്ങിയ 10 കേസുകളിലും പണം മടക്കി നൽകും. കോടതി അനുമതിയോടെ പണം തിരികെ നൽകാനുള്ള നടപടികൾ പൂർത്തിയാവുകയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ 128 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇരകളായ 5 പേർ കണ്ടുകെട്ടിയ സ്വത്തിൽ നിന്ന് പണം തിരികെ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുകയാണ്. ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ പി രാധാകൃഷ്ണൻ, പി വിനോദ് കുമാർ, പ്രോസിക്യൂട്ടർ MJ സന്തോഷ്, മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം, കൊച്ചി.